ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കേരളത്തിന് എയിംസ് നിഷേധിക്കുന്നത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ തീരുമാനം വൈകുന്നതുകൊണ്ടാണ്. പതിറ്റാണ്ടുകളേറെയായുള്ള ഈ ന്യായമായ അവകാശം അനുവദിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് തൃശൂരിൽ ആവശ്യപ്പെട്ടു. കിനാലൂരിൽ സ്ഥലം സജ്ജമാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഔദ്യോഗികമായി കേന്ദ്ര ആരോഗ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചൊരു കത്താണ്. എനിക്ക് ഏറ്റവും അവസാനം, കൃത്യമായ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് അവസാനം ലഭിച്ച കത്തിൽ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ കത്ത് കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്ര ധനമന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നു. ഇനി അവിടുന്ന് തീരുമാനം വരണം. കഴിഞ്ഞ ബജറ്റിൽ എയിംസ് പ്രഖ്യാപിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ പ്രഖ്യാപിച്ചില്ല. അപ്പോൾ ഈ ബാക്കി ഒരു തരത്തിലുള്ള ഒരു ആശയവിനിമയവും കേരളവുമായിട്ട് ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരളത്തിന് എയിംസ് വേണം എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ്. അതിൽ കേന്ദ്രം ആവശ്യപ്പെട്ട നിലയിൽ നമ്മളൊരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തു. അതിൽ ഇന്ന സ്ഥലത്തേക്ക്, ഇന്ന മന്ത്രാലയത്തിലേക്ക്, ധനമന്ത്രാലയത്തിലേക്ക് മാറുന്നു, അത് കൈമാറുന്നു എന്നുള്ളത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുക മാത്രമല്ല, ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടാണ് അതിൽ എഴുതിയിരുന്നത്. അടുത്ത തവണ എയിംസ് അനുവദിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തെ പരിഗണിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാകണം. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ കേരളത്തിന് അനുകൂലമായിട്ടൊരു ഡിസിഷൻ ഉണ്ടാകണം എന്നുള്ളതാണ്. അതാണ് കേരളം കാത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുസമൂഹം, ആരോഗ്യവകുപ്പ്, സംസ്ഥാന സർക്കാർ ആ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് കാത്തിരിക്കുന്നത്. കേരളത്തിന് എയിംസ് അനുവദിക്കാത്തതിന് കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള രാഷ്ട്രീയ തീരുമാനം വൈകുന്നതാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പതിറ്റാണ്ടുകളായുള്ള കേരളത്തിന്റെ ഈ ന്യായമായ ആവശ്യം ഉടൻ അംഗീകരിക്കണം. ചില സംസ്ഥാനങ്ങൾക്ക് 2 എയിംസുകൾ വരെ അനുവദിച്ച സാഹചര്യത്തിൽ കേരളത്തിന് ഒരു എയിംസ് ലഭിക്കാൻ പൂർണ്ണമായ അവകാശമുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് കിനാലൂരിൽ എയിംസിനായി സ്ഥലം സജ്ജമാണ് എന്ന വിവരം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്ര ആരോഗ്യവകുപ്പ് ധനമന്ത്രാലയത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തെ അടുത്ത തവണ പരിഗണിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലും കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച ഉറപ്പ്. എന്നാൽ ഇത് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ട വിഷയമാണ്. ആ തീരുമാനമെടുക്കാൻ വൈകുന്നതാണ് തടസ്സമായി നിൽക്കുന്നത്, വീണ ജോർജ് വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്രം അടിയന്തരമായി ഇടപെട്ട് കേരളത്തിന് എയിംസ് അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് CCV.